പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് രാവിലെ ഓൾറെഡി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ചിലർ യാത്രയിലായിരിക്കാം. സാധാരണ ഇതിലൊക്കെ കൂടുതൽ ആളുകൾ ബൈബിൾ സ്റ്റഡി സമയത്തേക്ക് എത്തുന്നതാണ് ഈ ദിവസങ്ങളിൽ. പിന്നെ നമുക്ക് വളരെ ഉത്സാഹിക്കണം. ദൈവവചന പഠനത്തിനുള്ള സമയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കണം. അതുപോലെ കടന്നു വരുന്നവരും ആലയത്തിൽ ഞാൻ സാധാരണ ഓർപ്പിക്കുന്നത് പോലെ ഞാനും ഒരുപക്ഷെ ഐ എം ഓൾസോ അറ്റ് ഫോൾട്ട്. കയറി വന്നു കഴിയുമ്പം മുതൽ നമുക്കെല്ലാവർക്കും ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ എല്ലാവരും ദൈവസന്നിധിയിലിരിക്കണം. കർത്താവിനോട് യാചിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് കഴിയണം. സോഷ്യലൈസിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് ആരാധനയ്ക്ക് ശേഷം ചെയ്യാവുന്നതാണല്ലോ. നമ്മൾ ആരാധനയിലേക്ക് വരുമ്പോൾ, ആലയത്തിലേക്ക് വരുമ്പോൾ വളരെ വളരെ പ്രാർത്ഥനയോടും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ, മറ്റുള്ളവരോട് ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആരംഭത്തിൽ ഒന്നുകൂടെ ഞാനത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഒരു മെഡിറ്റേഷനും ഒരു ആരാധനയൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ നമ്മൾ ഫോമലായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. ഇന്നെനിക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉപമ നിങ്ങളോട് പങ്കിടുവാനുണ്ട്. അനേക ഉപമകൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. ഏതാണ്ട് അവസാനത്തോടെത്തിയ ഉപമകളുടെ പഠനം. ഇനിയും ചുരുക്കം ചില ഉപമകൾ കൂടെ മാത്രമേ ഉള്ളൂ. ഞാനത് സ്കിപ്പ് ചെയ്താലോ എന്ന് ഓർത്തു. എങ്കിലും എന്നിട്ട് മറ്റൊരു വിഷയം എടുക്കണം എന്നുള്ള പ്രേരണയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അത് അല്പം കൂടെ ഇരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് തന്നെ അത് വളരെ ഭയങ്കര മിസ്റ്ററീസ് ഇതിനകത്തൊക്കെ ഉണ്ട്, ഈ ഉപമകളിലുണ്ട്. അതുകൊണ്ട് ഓരോ ഉപമയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് റെപ്പറ്റീഷൻ ഉപമ എന്നുള്ള പൊതുവായിട്ടുള്ള തലക്കെട്ടുണ്ട് എന്നുള്ളതല്ലാതെ അത് റെപ്പറ്റീഷൻ എന്ന് ആരും ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാറ്റിലും പുതിയ പുതിയ വിഷയങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്നതായ ആത്മീക സത്യങ്ങൾ ഇതിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 1-2 ഉപമകൾ കൂടെയുണ്ട് ഇതിന് ശേഷം. അതുകൂടെ കഴിഞ്ഞ് മറ്റൊരു വിഷയത്തിലേക്ക് ദൈവം അനുവദിച്ചാൽ നമ്മൾ പ്രവേശിക്കും ഇന്ന് രാവിലെ. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലേക്ക് ക്ഷണിക്കട്ടെ. മത്തായി സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ചു കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോക അവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ആമേൻ. ഒരുപക്ഷെ പലപ്പോഴും വായിച്ചിട്ടുള്ളതായിരിക്കാം ഈ ഉപമ, അല്ലേ? എത്ര പേരത് വാസ്തവമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്കറിഞ്ഞുകൂടാ. മനസ്സിലാക്കാൻ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നത്തില്ല. എങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന വലിയ ആന്തരികമായ സത്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്പസമയം ഇതൊന്ന് പഠിക്കുവാനായിട്ട് ഇന്ന് രാവിലെ സമയമെടുക്കാം. യേശു കർത്താവ് പഠിപ്പിക്കുമ്പോൾ സാധാരണ ഉപയോഗിച്ചിരുന്ന, വിശേഷാൽ ഉപമകൾ താൻ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയുണ്ട്. അത് പ്രത്യേകമായി പറഞ്ഞാൽ അവരുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കിടക്കുന്ന, ഇണങ്ങിയിരിക്കുന്ന കാര്യങ്ങളെ എടുത്ത് വിശകലനം ചെയ്തുകൊണ്ടും അവയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും ആ കർത്താവ് പല ഉപമകളും പ്രസ്താവിക്കുന്നത്. ഇപ്പം ഇവിടെയും വിശേഷാൽ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ നല്ലൊരു പങ്ക് ആളുകളുമാരായിരുന്നു, മുക്കുവന്മാരായിരുന്നു, ഫിഷർമെൻ ആയിരുന്നു, അല്ലേ? അങ്ങനെയുള്ള ഈ ഫിഷർമെൻ കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള ആളുകൾ തന്നെ പിൻപറ്റുന്നവർ, അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർ തന്നെ കണ്ടിട്ടുള്ള, അവർ തന്നെ ഇടപെടുന്ന ജീവിത സാഹചര്യത്തെ ഇവിടെ എടുത്തു കാണിച്ച് കർത്താവ് അവരോട് സംസാരിക്കുക. ആസ് ഇഫ് ഹി വാസ് ടെല്ലിങ് ദം, ലുക്ക് ഹൗ യുവർ ഡെയിലി വർക്ക് സ്പീക്സ് ടു യു ഓഫ് തിങ്സ് ഇൻ ഹെവൻ. നിങ്ങളുടെ ദിനംതോറുമുള്ള പ്രവൃത്തി സ്വർഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച്, സ്വർഗീയമായ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമാണ് എന്ന് നമുക്കൊരു പക്ഷേ തോന്നിപ്പോകും.
അങ്ങനെയാണ്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, അല്ലേ? അല്ലെങ്കിൽ ഒരു സ്ത്രീ മാവെടുത്ത് പുളിപ്പ് ചേർത്ത് അതിനെ കുഴച്ചു വെച്ചു. അല്ല എങ്കിൽ അങ്ങനെയുള്ള ഉപമകളെല്ലാം നിങ്ങൾ നോക്കിക്കോ, അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പെടുന്നതും അവർക്ക് വളരെ അനായാസകരമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതുമായ കാര്യങ്ങളെ എടുത്തു വെച്ചാണ് യേശു അവരോട് ഈ ഉപമകൾ പറയുന്നത്. അങ്ങനെ ഒരു ഉപമയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മറ്റൊരു കാര്യം ആരംഭത്തിൽ തന്നെ നമുക്ക് നോട്ട് ചെയ്യാനായിട്ടുള്ളത്, യേശു പറഞ്ഞ പല ഉപമകളും ദേ കം ഇൻ പേഴ്സ്. അവർ ഈരണ്ടീരായിട്ട് ഓരോ ഗ്രൂപ്പിൽ അവയെ നമുക്ക് പെടുത്തുവാൻ തക്കവണ്ണം പറ്റും. പാരബിൾസിനെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരുപക്ഷെ ഓർക്കും, അനേക ക്ലസ്റ്റേഴ്സായിട്ട്, അനേക ഗ്രൂപ്പ്സായിട്ട് ഈ പാരബിൾസിനെ നമുക്ക് തിരിക്കാൻ പറ്റും, അല്ലേ? കിങ്ഡം പാരബിൾസ് ഉണ്ട്, അവരുടെ അഗ്രികൾച്ചർ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പാരബിൾസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പാരബിൾസ് നമുക്കതിൻ്റെ ഗ്രൂപ്പുകൾ നമുക്ക് ദൈവവചനത്തിൽ കാണാൻ പറ്റും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന അനേക പാരബിൾസും അനേക ഉപമകളും ഈരണ്ട് ആയിട്ട് അവയെ നമുക്ക് ഒരേ ഗ്രൂപ്പിൽ അതിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയും. ഫോർ എക്സാമ്പിൾ, ഞാൻ പെട്ടെന്ന് വായിക്കണേ. മത്തായി സുവിശേഷം 13-ാം അധ്യായം തുറന്നു വെച്ചോണം. അതിൻ്റെ 31-32 വാക്യങ്ങൾ ആരംഭത്തിൽ വായിച്ചേ. മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യനെടുത്ത് തൻ്റെ വയലിലിട്ടു. അത് എല്ലാ വിത്തിലും ചെറിയതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി ആകാശത്തിലെ പറവകൾ വന്ന് അതിൻ്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീരുന്നു. ഒരെണ്ണം കൂടെ, ഒരു ഉപമ കൂടെ 33-ാം വാക്യത്തിൽ. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു. മതി, താങ്ക് യു. ഇത് രണ്ടും വാസ്തവത്തിൽ ദീസ് ആർ ടോക്കിംഗ് അബൌട്ട് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, അല്ലേ? ഓഫ് ദ കിങ്ഡം, ദൈവരാജ്യത്തിൻ്റെ വളർച്ച, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, എങ്ങനെ വളരും എന്നതിനെ കുറിക്കുന്നതാണ് ഈ രണ്ട് ഉപമകളും. അപ്പോൾ ഇവയെ നമുക്കൊരു പെയറായിട്ട്, ഒരു ഇരട്ട സത്യങ്ങൾ ഒരുമിച്ച് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകാം. ഇവിടെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇതിന് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. മത്തായി 13:44 വായിച്ച് അതിനോട് ചേർന്ന് 45-46 കൂടെ വായിച്ചാട്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു. തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. അടുത്തത് 45-46. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ആമേൻ. അപ്പോൾ ഇത് ഈ രണ്ട് ഉപമകൾ മറ്റൊരു പേര, അത് അവയെ വീണ്ടും ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുക. എന്തിനെക്കുറിച്ച് പറയുന്നതാ? ദീസ് ആർ 2 പാരബിൾസ് കൺസേണിങ് ദ വാല്യൂ ആൻഡ് ദ പ്രഷ്യസ്നെസ് ഓഫ് ദ കിങ്ഡം. ദൈവരാജ്യം എത്ര വിലയേറിയതാണ് എന്ന്, അതിൻ്റെ അത് എത്ര വില കൂടിയതാണ് എന്ന് പറയുവാൻ തക്കവണ്ണം ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഉപമകൾ. അവയും ചേർന്ന് വരുന്നത് നമുക്ക് കാണാം. ഒരേ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കാണാം. പാരബിൾ ഓഫ് ദ ഹിഡൻ ട്രഷർ, മറ്റൊന്ന് പാരബിൾ ഓഫ് എ പേൾ ഓഫ് ഗ്രേറ്റ് പ്രൈസ്, വലിയേറിയ മുത്തിൻ്റെ ഉപമ. രണ്ടും നമുക്ക് കാണുവാൻ കഴിയും. നമ്മളത് വായിച്ചു. എന്ന് പറയുന്നത് പോലെ യേശു 2 ഉപമകൾ കൂടെ പഠിപ്പിച്ചു. അവയാണ് ഇതിനോട് ഈ നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്ന ഉപമ അതിനോട് ചേർന്നിരിക്കുന്നത്. 2 parables that Jesus taught, depicting or concerning the present mixture and future separation involving the kingdom of God. ഇന്നത്തെ ദൈവരാജ്യം എന്ന് നമ്മൾ പറയുന്നതിലെ, അല്ലെങ്കിൽ അതിൻ്റെ വിസിബിൾ ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനിൽ ഒരു മിക്സ്ചറുണ്ട്. ഒരു സമ്മിശ്രമായിട്ടെല്ലാം കിടക്കുക. രണ്ടാമത്തെ കാര്യം അവിടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതിനൊരു ഫ്യൂച്ചർ സെപ്പറേഷൻ വരാൻ പോവുക. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 2 ഉപമകൾ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ, ഓക്കെ.
ഇത് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ പാർട്ടല്ലിത്. ഇത് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇതിൻ്റെ ആകത്തുകയൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള 2 ഉപമകൾ നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് നമ്മൾ പഠിച്ചതാണ്. അതെങ്കിലും ഒന്നുകൂടെ നമുക്കത് വായിക്കാം. മത്തായി 13:24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറ് വളർന്നു, കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും. 2ഉം കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. നമ്മൾ ഈ ഉപമ പഠിച്ചതാണ്, പാരബിൾ ഓഫ് ദ വീറ്റ് ആൻഡ് ദ ടേഴ്സ്, അല്ലേ? കോതമ്പിൻ്റെയും കളയുടെയും ഉപമ. സമയമെടുത്ത് നമ്മളിത് പഠിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ കുറച്ച് പേരുടെയെങ്കിലും ഓർമ്മയിൽ ഇത് ഉണ്ടാകും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇത് ഒരു സെപ്പറേഷനെ കുറിച്ച് പറയുന്നതാണ്. ഇതിനോട് ചേർന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ഉപമ, പാരബിൾ ഓഫ് ദ ഡ്രാഗ്നെറ്റ്, വലിയൊരു വലയുടെ ഉപമ. അതാണ് 47 മുതൽ 50 വരെ നമ്മൾ വായിച്ചത്. പിന്നെയും സ്വർഗരാജ്യം കടലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടി വെച്ചു, ചീത്തയെല്ലാം എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിലാകും. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിലിട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമുക്കിത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. അല്ലെങ്കിൽ ഇത് കംഫർട്ടബിൾ അല്ല. നമ്മൾ ഈ സത്യം പറയുമ്പോഴും കംഫർട്ടബിൾ അല്ല. ഇത് നമ്മൾ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ കേൾക്കുമ്പോഴും നമ്മൾ കംഫർട്ടബിൾ അല്ല. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്ന് വിചാരിക്കാൻ പോലും പലപ്പോഴും നമുക്ക് പറ്റത്തില്ല, അല്ലേ? ഇന്ന് കാണുന്ന സഭ, ഇന്ന് കാണുന്ന ദൈവരാജ്യം, ഇന്ന് ദൈവരാജ്യത്തിൽ എന്ന് ക്ലെയിം ചെയ്യുന്നവർ, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നവർ പലരും ഈ സെപ്പറേഷനിൽ മാറ്റപ്പെടുമോ എന്നുള്ള ഭയം നമ്മുടെയൊക്കെ ഉള്ളിലും ഉണ്ട്, അല്ലേ? അപ്പം അതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പേ ഇത് തമ്മിലുള്ള ഡിഫറൻസസും ഉണ്ട്. കർത്താവ് ഉപമകൾ പറഞ്ഞപ്പോൾ ഒരേ അർത്ഥത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിനെ ഒന്നുകൂടി ഉറപ്പിക്കാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നതല്ല. പ്രത്യുത ഒരു സറ്റിൽ ഡിഫറൻസ് ഉണ്ട്. അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ വ്യത്യാസവും കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, കടുക് മണിയുടെ ഉപമ, അതോടൊപ്പം പുളിച്ച മാവിൻ്റെ മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്ന ഒരു മാവിൻ്റെ ഉപമ നമ്മൾ പറഞ്ഞു. അവ രണ്ടും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും ഡെവലപ്മെൻറ്റിനെ കുറിച്ചും പറയുന്ന ഉപമകളാണ് എന്നത് സത്യമാണ്. എന്നാൽ അവ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. എന്തായിരിക്കും ഡിഫറൻസ്? ചിന്തിക്കാൻ പറ്റുമോ? ഒന്നാമത്തേത്, that depicts actually the visible growth of the kingdom of God, അല്ലേ? ഒരു കടുകുമണി നട്ടു, അത് കിളിർത്തു, വളർന്നു, വലുതായി, സസ്യങ്ങളിൽ ഏറ്റവും വലുതായി തീർന്നു. അനേക പക്ഷികൾ, പറവകളെല്ലാം വന്നതിൽ പാർക്കത്തക്കവണ്ണം, കൂട് വയ്ക്കത്തക്കവണ്ണം, അതിൽ വസിക്കത്തക്കവണ്ണം അത് വളർന്നൊരു വൃക്ഷം പോലെ ആയിത്തീർന്നു. അപ്പം അത് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഉണ്ട്. അതിൻ്റെ വളർച്ച, അത് വലുതാകുന്നത്, വലിയ ഒന്നായിട്ട് അനേക പക്ഷികൾക്കൊക്കെ സങ്കേതമായി നിൽക്കുന്നത്, അതിൻ്റെ വളർച്ച നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഉണ്ട്. അപ്പം ദൈവരാജ്യത്തിന് ഒരു വിസിബിൾ ഗ്രോത്ത് ഉണ്ട്. വിസിബിൾ ഗ്രോത്ത്, കാണത്തക്കവണ്ണമുള്ള ഒരു വളർച്ചയുണ്ട്. നമ്മളത് കാണുന്നുണ്ട്, അല്ലേ? നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലാണെങ്കിലും
അവിടെ എങ്ങനെ ആരംഭിച്ചു? യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് ആരംഭിച്ച ഈ മൂവ്മെൻറ്റ്, ഈ മൂവ്മെൻ്റായിട്ട്, അല്ലെങ്കിൽ തന്നിലുള്ള വിശ്വാസം അർപ്പിക്കുന്നവർ ഒരുമിച്ചുള്ള കൂട്ടങ്ങൾ, അത് വളരുന്ന ഒരു വിസിബിൾ ഗ്രോത്ത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? 12, 70, 500, അല്ലെങ്കിൽ 3000, 5000 ഇങ്ങനെ യെരുശലേമിനെ നിറയ്ക്കുന്ന ഒരു വിസിബിൾ ഗ്രോത്ത് ഉണ്ട്. ലോകത്തിൽ പോയിടത്തൊക്കെ ശമരിയായാലും അന്ത്യോക്യയിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം ഒരു വിസിബിൾ ഗ്രോത്ത് നമ്മൾ കാണുന്നുണ്ട്. കാണത്തക്കവണ്ണമുള്ള ദൃശ്യമായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ ഒരു വളർച്ചയുണ്ട്. പൗരസ്ത്യ ദേശങ്ങളിൽ, പാശ്ചാത്യ ദേശങ്ങളിൽ, അല്ലെങ്കിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇത് വ്യാപിക്കത്തക്കവണ്ണമുള്ളൊരു വിസിബിൾ ഗ്രോത്ത് ദൈവരാജ്യത്തിനുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം കർത്താവിൻ്റെ വചനം പറയുന്നു, അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ഇൻവിസിബിൾ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേത് ഉപമയാണ്? പുളിച്ച മാവിൻ്റെ ഉപമ അല്ലേ? അല്പം പുളിപ്പെടുത്ത് 3 പറ മാവിൽ അത് ചേർത്ത് കുഴച്ചു വെച്ചു. എല്ലാം പുളിച്ചു വരുവോളം. അതൊരു വിസിബിൾ ഗ്രോത്ത് അല്ല അല്ലേ? അത് അതിൻ്റെ ഉള്ളിൽ തന്നെ, ആ മാവിനുള്ളിൽ തന്നെ സംഭവിക്കുന്ന അദൃശ്യമായ ഒരു കാര്യമാണ്. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് അത് വിഷയീഭവിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഈ വളർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിങ്ങനെ മുഴുവൻ പുളിച്ചു വരുന്ന ഒരു പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ദൈവരാജ്യത്തിന് ഒരു അദൃശ്യമായ വളർച്ച കൂടിയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ദൃശ്യമായൊരു വളർച്ചയുണ്ട്, മറുഭാഗത്ത് അദൃശ്യമായൊരു വളർച്ചയുണ്ട്. നമ്മളൊക്കെ ഈ ഒരുപാട് രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനിത്വത്തെ അടിച്ചമർത്തുകയും സുവിശേഷത്തിന് സ്വാതന്ത്ര്യമില്ലാതെ വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ നിലച്ചുപോയി അല്ലേ? ഇപ്പം ചൈനയിലൊക്കെ സംഭവിച്ചത് നമുക്കറിയാം. ഒരു സമയത്തേക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അതിപ്പോഴും സ്വാതന്ത്ര്യമില്ല. അപ്പം ദ ചേർച്ച് ഹാഡ് ടു ഗോ ഇൻ ടു ഹൈഡിങ്. സഭ ഏതാണ്ട് ഒളിവിലേക്ക് രഹസ്യമായിട്ടൊക്കെ നിലനിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. പൊതുവായിട്ട് ഒരുമിച്ച് കൂടാനോ ആരാധിക്കാനോ ഒന്നും സാഹചര്യമില്ല. ഹൗസ് ചർച്ചസായി അത് തന്നെ പിടിക്കപ്പെടാൻ തുടങ്ങി. പക്ഷേ ഇപ്പം നിങ്ങൾ റിപ്പോർട്ട് വായിച്ചു നോക്കിക്കോ, മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മറ്റ് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്, മിഷൻ റിപ്പോർട്ട്സ്. ലോകത്തിലെ ഏറ്റവും ക്രൈസ്തവരുള്ള രാഷ്ട്രമായിട്ട് ചൈന തീർന്നിരിക്കുക. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ക്രിസ്ത്യൻസ് ഇൻ ചൈന. ദൃശ്യമല്ല അല്ലേ? ദൃശ്യമല്ല. ലോകത്തിലെ ഏറ്റവും അധികം ബൈബിൾസ് പ്രിന്റ് ചെയ്യപ്പെടുന്ന രാജ്യമായിട്ട് ചൈന മാറിയിരിക്കുക. ഈ കേർബ്സ് എല്ലാം, ഈ റെസ്ട്രിക്ഷൻസ്, പരിമിതികളും അടിച്ചമർത്തലുകളും ഒരുപാട് ടോർച്ചേഴ്സ് എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഒരു ഇൻവിസിബിൾ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇൻവിസിബിൾ ഗ്രോത്ത്. ഹല്ലേലൂയ. അപ്പം ദൈവരാജ്യത്തിനൊരു അദൃശ്യമായ വളർച്ചയും ഉണ്ട്. ഇപ്പം നമ്മൾ ഇറാനിലെ കാര്യം പലപ്പോഴും നമ്മൾ ആവർത്തിച്ചപ്പോൾ പറയുന്നുണ്ട്. ഇറാനിൽ സംഭവിക്കുന്ന കാര്യം, more than 10 million people must have accepted Christ and converted into Christianity in these 2 or 3 years എന്നാണ് പറയുന്നത്. 2-3 വർഷത്തിനുള്ളിൽ, 1-2 അല്ല, 10 million people. 1 million, I am sorry. I think, if I remember correctly, it was 1 million. എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തോളം ആളുകൾ. എല്ലാം രഹസ്യമായിട്ടാണ്. കർത്താവിൻ്റെ വെളിപ്പാടും ദർശനങ്ങളും അവർക്കുണ്ടായി. കർത്താവ് തന്നെ നേരിൽ അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ സ്വപ്നത്തിൽ, ദർശനത്തിൽ അവരോട് സംസാരിക്കുന്നു. വലിയ സൗഖ്യങ്ങൾ നടക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സാക്ഷ്യം പറയുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ വരുന്നു. ജയിലുകളിൽ ആളുകളെ അടയ്ക്കുന്നു. ജയിലുകളിൽ അടയ്ക്കപ്പെട്ടവർ നിമിത്തം ആ ജയിലിലുള്ളവർ മുഴുവൻ കർത്താവിലേക്ക് വരുന്നു. 2 സഹോദരിമാരുടെ സാക്ഷ്യം ഞാൻ ശ്രദ്ധിച്ചത് ഓർക്കുന്നുണ്ട്. അവരുടെ വിശ്വാസ നിമിത്തം ജയിലിൽ അടച്ചു. ആ ജയിലിലുള്ളവരെല്ലാം ക്രൈസ്തവരായി. ജയിൽ വാർഡൻസ് ഉൾപ്പെടെ അവരുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവരെ കേൾക്കാനും അവരിൽ നിന്ന് യേശുവിനെ കുറിച്ച് അറിയാനും സുവിശേഷത്തെ സ്വീകരിപ്പാനും മുഖാന്തരമായി. സോ ഇതിന് രഹസ്യമായിട്ടുള്ളൊരു വളർച്ചയുണ്ട്. ലോകത്തിൽ എത്രയെല്ലാം അടിച്ചമർത്തിയാലും, ഇന്ത്യയിലാണെങ്കിലും ഹൈന്ദവ രാഷ്ട്രങ്ങളിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലാണെങ്കിലും
എവിടെ ഏത് സാഹചര്യത്തിൽ വിശ്വാസത്തെ, സുവിശേഷത്തെ അടിച്ചമർത്തുവാൻ ശ്രമിച്ചാലും, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും ഇതിന് രഹസ്യമായിട്ടുള്ളൊരു വളർച്ച കൂടെ ഉണ്ട്. അതോർത്ത് ദൈവത്തിന് നമുക്ക് മഹത്വം കരയട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ തിരിച്ചറിയാത്തൊരു വളർച്ച ഇതിൽ നടക്കുന്നുണ്ട്. കർത്താവ് ഇത് എല്ലാം പറയുവാൻ കൂടിയാണ് ഈ ഉപമകൾ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ മറക്കാതിരിക്കുക. ഇനിയും മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ പാരബിളിലേക്ക് ഞാൻ പ്രവേശിക്കാം. മറ്റ് രണ്ട് ഉപമകൾ നമ്മൾ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഒരു മനുഷ്യൻ വിലയേറിയ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതിൽ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ അത് പറയാൻ വരുന്നത്. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെയും ഒക്കെയും വിറ്റ് വയൽ വാങ്ങി. അടുത്തത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഉപമയിൽ പറയുന്നു, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഇത് രണ്ടിലും പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ പ്രഷ്യസ്നെസ്, അതിൻ്റെ വില, അത് എത്ര വിലയേറിയതാ, എത്ര മൂല്യമുള്ളതാണ് എന്നാ പറയുന്നത്. എന്നാൽ ഇതിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഇതിലുള്ള വ്യത്യാസം ഒന്ന് പറയുന്നത് ആക്സിഡൻ്റലായിട്ട് കണ്ടെത്തുകയാണ്. ഒരുവൻ ഇങ്ങനെ ഒരു വലിയ നിധിയുള്ളൊരു വയൽ അവൻ കണ്ടെത്തി എന്നിട്ട് അവനത് മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹിഡൻ ട്രഷറാണ്. പ്രതീക്ഷിച്ചതല്ല, അപ്രതീക്ഷിതമായിട്ടിത് കണ്ടെത്തുന്നതാണ്. അപ്പോൾ അവൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടെത്തുന്നതാണ്. ഇതിന് മനസ്സിലായി ഇത് വലിയ വിലയുള്ളൊരു നിധിയാണ് ഈ വയലിൽ മറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവൻ ഇത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അത് മറച്ചു വെച്ചു, ഹൈഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് വന്നിട്ട് ഈ വയല് വാങ്ങി. അപ്പോൾ ദൈവരാജ്യം എത്ര പ്രഷ്യസാ, എത്ര മൂല്യമുള്ളതാണ്. എല്ലാം കൊടുത്താലും അല്ലേ, മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ലെന്ന് നമ്മൾ പാടാറുണ്ടല്ലോ. അപ്പം മാണിക്യം ഇതിനകത്ത് കണ്ടെത്തി, ഏറ്റവും വിലയുള്ള മുത്ത് അല്ലെങ്കിൽ വിലയേറിയ ധനം ഇതിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എല്ലാം വിറ്റ് അത് വിലയ്ക്ക് വാങ്ങി. മറ്റൊന്ന്, അടുത്തത് നമ്മൾ വായിക്കുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യമാണ്. അവിടെ പറയുന്നു നല്ല മുത്ത് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. എവിടെ നല്ല മുത്ത് കിട്ടും എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക. മറ്റേ ആൾ, മുമ്പിലത്തെ ആളിൻ്റെ വ്യത്യാസം എന്തുവാ? അവനിങ്ങനെ ഒരു വിലവേറിയ മുത്ത് കണ്ടെത്തി അവനത് മറച്ചു, അത് ഹൈഡ് ചെയ്തു. ഹിഡൻ ട്രഷറായിരുന്നു. കണ്ടെത്തി സന്തോഷത്താൽ മതിമറന്നു പോയി തനിക്കുള്ളതെല്ലാം വിറ്റു ഈ മുത്ത് വിലയ്ക്ക് വാങ്ങി. എന്നാൽ ഇവിടെ പറയുന്നത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവനും വിലയേറിയ മുത്ത് കണ്ടെത്തിയാറെ തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. എന്തുവാ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഒന്ന്, അന്വേഷിക്കാതെ കണ്ടെത്തുന്ന, ചോദിക്കാതെ പ്രതീക്ഷിക്കാതെ കണ്ടെത്തുന്നതാ, അതിനെ അവൻ സ്വന്തമാക്കുന്നു. രണ്ട്, അന്വേഷണത്തിൽ കണ്ടെത്തുന്നതാ. അപ്പം ദൈവത്തിൻ്റെ വചനത്തിലെ അതിൻ്റെ ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ചോദിക്കാത്തവർക്കും അവനെ ലഭിച്ചിട്ടുണ്ട്, ചോദിച്ചവർക്കും അവനെ കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്നെ കണ്ടെത്താകുന്ന കാലത്ത് എന്നെ അന്വേഷിപ്പീൻ, എന്നോട് അടുത്തു വരുന്നവനോട് ഞാനും അടുത്തു വരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ വായിക്കുന്നുണ്ട്, എന്നെ ചോദിക്കാത്തവർക്ക്, എന്നെ അന്വേഷിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. അപ്പം ദൈവവചനത്തിൽ ഇതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അനേകരും ചോദിച്ചത് കൊണ്ടല്ല, പ്രതീക്ഷിച്ചത് കൊണ്ടല്ല, അപ്രതീക്ഷിതമായിട്ട് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ അനേക രാഷ്ട്രങ്ങളെ, അനേക ജനതതികളെ തേടിയെത്തുക, അവരെ സ്വന്തമാക്കിയ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതെല്ലാം ദൈവവചനത്തിൽ ഈ ഉപമകളിൽ എല്ലാം ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുന്നതാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡീസ് ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഓരോ ഉപമയും വായിക്കുമ്പം ഇത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പഠിച്ച് നമ്മൾ അതിൽ ഏകദേശം ഒരു ധാരണ അതിനെക്കുറിച്ചുണ്ടാകുക വളരെ അനിവാര്യമാണ്. നമ്മൾ ഇന്ന് വായിച്ച 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവോട് പറയുന്നു, പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം.
നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നോക്കണം, ഇത് അല്പം ഒരു എഗെയിൻ ഇതെന്ന് മനസ്സിലാക്കാനായിട്ട് എല്ലാ വക മീനും പിടിക്കുന്നതായ വലയെന്ന് കർത്താവ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക. അപ്പോൾ അതിനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡ്രാഗ് അല്ലേ? പാരബിൾ ഓഫ് ദ നെറ്റ് എന്നും പാരബിൾ ഓഫ് ദ ഡ്രാഗ് നെറ്റും എന്നൊക്കെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഡ്രാഗ് നെറ്റ് നമ്മൾ സാധാരണ കേരളത്തിലൊക്കെ മൺസൂൺ സമയം വരുമ്പോഴത്തേന് ട്രോളിങ്ങിന് നിരോധനം, ട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം ട്രോളിങ്ങിന് നിരോധനമായി എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ മീൻ പിടിക്കുന്നതിന് നിരോധനം എന്നാണ് സാധാരണ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വിധത്തിലുള്ള മീനുകൾ, അവയുടെ ബ്രീഡിങ്ങും ഒക്കെ നടക്കുന്ന ആ സമയത്ത് ഈ കുഞ്ഞും വലുതും എല്ലാം കൂടെ പിടിച്ച് മനുഷ്യൻ ഈ മീനിൻ്റെ മത്സ്യത്തിൻ്റെ അത് പെരുകുന്നതിനെ തന്നെ തടയുന്ന ഒരു പ്രക്രിയ, അത് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് ട്രോളിങ്ങിന് നിരോധനം വയ്ക്കുന്നത്. അപ്പം കർത്താവ് പറഞ്ഞ വാസ്തവത്തിൽ ഇത് ട്രോളിങ്ങാണ്. ട്രോള് ചെയ്യുന്ന, ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുന്ന വലിയൊരു വലയെക്കുറിച്ച് ഇവിടെ പറയുന്നത്. രണ്ട് തരത്തിൽ there were two main ways of fishing. ഒന്ന്, ഒരു ഹാൻഡ് നെറ്റ് ഉണ്ടായിരുന്നു, കയ്യിൽ വെച്ചിട്ട് അതിനെ കയ്യിൽ ക്രമീകരിച്ചിട്ട് ചുറ്റി എറിയുന്നു. മീൻ പിടിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ പിടിച്ചിട്ടില്ല, കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉള്ളൂ. അത് പിടിച്ചിട്ടുള്ളവർക്ക് കൂടുതൽ അറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരിതിൻ്റെ അറ്റം ആ കോഡ് സഹിതം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അത് ഇങ്ങനെ കറക്കി എറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ഇങ്ങനെ ഒരു ബെൽ ബെൻറ്റ് പോലെ ഇങ്ങനെ അത് ചുറ്റി വിശാലപ്പെട്ട് വെള്ളത്തിലേക്ക് അങ്ങ് പതിക്കുക, വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ഈ ലെഡ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ഈ ഈയക്കട്ടികളോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കട്ടികളോ ഒക്കെ അതിൽ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ആ വല ഇങ്ങനെ ഉപരിതലത്തിൽ നിൽക്കാതെ താഴേക്ക് പോയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ മീൻ പിടിക്കുന്നയാൾ, വലയെറിഞ്ഞയാൾ അതിനെ ഈ കോഡിൽ പിടിച്ച് ഈ അതിൻ്റെ കയറിൽ പിടിച്ച് വലിക്കുമ്പോഴേക്ക് ഇതെല്ലാം കൂടെ അടിയിൽ ഒരുമിച്ച് കൂടി കയറിയതിനെ എല്ലാം കൂടെ ഒരുമിച്ച് വലിച്ചു കയറ്റുക. സാധാരണ ഇത് സർഫസ് ഏരിയയിലുള്ള ഫിഷിങ്ങിനാണ് ഈ ഹാൻഡ് നെറ്റിങ്ങിനെ ഉപയോഗിക്കുന്നത്. ഒരുപാട് ആഴത്തിലേക്ക് ആ വല ഇറങ്ങുകയില്ല. അപ്പോൾ ഒരു സർഫസ് ഏരിയയിലുള്ള ഫിഷിങ്ങിനാണ് ഹാൻഡ് നെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുകളിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വായു ഭക്ഷിക്കാൻ വരുന്ന ഈ മീനുകൾ ഒരുപക്ഷെ വലിയ മത്സ്യങ്ങളായിരിക്കാം, സാധാരണ കൂടുതലും അവയെല്ലാം കിട്ടുന്ന ആണ് ഈ ഹാൻഡ് നെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്ന അങ്ങനെ ഒരു നെറ്റിനെ കുറിച്ചല്ല, പ്രത്യുത ഒരു ഡ്രാഗ് നെറ്റ്. ഇങ്ങനെ ഒരു മനുഷ്യന് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വല അല്ല സാധാരണ ഇത്. അത് ഒരു ലാർജ് ഫിഷിംഗ് നെറ്റ് equipped with weighted bottom edge for touching the river or lake bottom. അതിന് ഒരുപാട് ഇങ്ങനെ അതിനും ഈ കട്ടികളോ അല്ലെങ്കിൽ വെയിറ്റി ആയിട്ടുള്ള വളരെ ഭാരമേറിയ കാര്യങ്ങൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. മുകളിൽ കോഡ്സ് ഉണ്ട്, മരക്കഷ്ണങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെയുള്ള വലിയൊരു ഏരിയയെ കവർ ചെയ്യുന്ന ഒന്നാണ് ഈ ഡ്രാഗ് നെറ്റ് എന്ന് പറയുന്നത്. ഞാൻ വായിച്ചതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ച് പഠിച്ചോണം. എന്നോട് കൂടുതൽ ചോദിച്ചാൽ എനിക്ക് തന്നെ ഇത് എല്ലാം അറിയത്തില്ല. കാരണം എനിക്ക് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഒന്നുമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, വായിച്ചതനുസരിച്ച് പറയുക. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് ആഴത്തിലേക്ക് അങ്ങ് ഇറങ്ങും. ഏത് സർഫസിലാണോ, ഒരു ലേക്ക് ആണെങ്കിലും ഒരു റിവർ ആണെങ്കിലും അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് അതവിടെ ഇങ്ങനെ നിൽക്കുക, ഒരു ശാന്തമായിട്ട് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ആ ഏരിയയിലുള്ള മീനുകളും കാര്യങ്ങളൊക്കെ അതിൽ വന്ന്
നിറയുക. അപ്പം കർത്താവ് പറയാം, നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരത് വലിച്ച് കരയ്ക്ക് കയറ്റി, വലിച്ചിട്ട് കരയ്ക്ക് കൊണ്ടുപോവുകയാണ്. പലപ്പോഴും നമ്മൾ ബൈബിളിൽ ഇവിടെ വായിക്കുന്നുണ്ട്, സുവിശേഷങ്ങളിൽ തന്നെ വായിക്കുന്നുണ്ട്, അവർ കൂടെയുള്ളവരോട് സിഗ്നൽ ചെയ്ത് അവർക്ക് തന്നെ വലിച്ചുകൊണ്ട് പോകാൻ മേലാതെ വണ്ണം വലിയ ക്യാച്ച് കിട്ടി. അപ്പം സിഗ്നൽ ചെയ്ത് ബോട്ട് വന്നത് വലിച്ചുകൊണ്ട് പോകുന്ന സമയങ്ങളുണ്ട്, അല്ലെങ്കിൽ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയങ്ങളുണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് എ ലാർജ് നെറ്റ് ആൻഡ് ദ ക്യാച്ച് ഓഫ് എ ബിഗ് ഗ്രൂപ്പ് ഓഫ് ഫിഷ്. വലിയൊരു അസംഖ്യമായിട്ടുള്ള മീനിനെ ഒരുമിച്ച് പിടിക്കുന്ന വലിയൊരു വലയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാം, ഈ നെറ്റിനകത്ത് കയറുന്നത് മീൻ മാത്രം ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ വലിയ ഉപയോഗമുള്ള മീൻ മാത്രം ആയിരിക്കത്തില്ല. എല്ലാ തരത്തിലുള്ള മീനും അതിൽ കയറുവാൻ സാധ്യതയുണ്ട്. കർത്താവ് അതാ പറഞ്ഞത്, ഇത് പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശം. നിറഞ്ഞപ്പോൾ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു. ചീത്ത, അതാ നമ്മളെ പേടിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യം അതാ. എല്ലാം കൂടെ കൂട്ടിവെച്ചു, എല്ലാം ദൈവരാജ്യത്തെ കാണിക്കുന്നെന്ന് കർത്താവ് പറഞ്ഞില്ല അല്ലേ? ഇങ്ങനെ വലിയൊരു വല ഇടുന്ന ഒരു മീൻ പിടിക്കുന്ന ആള് അതിൽ കയറി വരുന്നു. എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യമാണ് ദൈവരാജ്യം. എഗ്രി ചെയ്യാൻ പറ്റുമോ? ദൈവരാജ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സിമ്പലാ സഭ, ഒരു കൊച്ച് അടയാളമാണ് അല്ലേ? എ സ്മോൾ സിമ്പൽ. ദൈവരാജ്യം ഒത്തിരി വലുതാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളെല്ലാം. ഇതിനകത്ത് കർത്താവ് ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്നത് അനേകർ കയറി വരും. എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലിയൊരു വലയോട് സദൃശമാണ്. പക്ഷെ പിന്നെ ഒരു സെപ്പറേഷൻ്റെ ഒരു സമയം വരുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ 13-ാം അധ്യായത്തിൽ തന്നെ കളയുടെയും നല്ല കോതമ്പിൻ്റെയും ഉപമ നമ്മൾ പഠിച്ചു. അതിനകത്ത് വിത്തെല്ലാം വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ദാസന്മാർ വന്നിട്ട് യജമാനോട് ചോദിക്കുക, യജമാനെ നല്ല വിത്തല്ലയോ നമ്മൾ വയലിൽ വിതച്ച? പിന്നെ ഈ കളയോടുന്ന് വന്നതാ. അവൻ കർത്താവ് തന്നെ യജമാനൻ പറയാതെ ശത്രു ചെയ്തതാകുന്നു. അവൻ ഇന്നത് നമ്മൾ ഉറങ്ങിയപ്പോൾ അവൻ വന്ന് കള വിതച്ചിട്ട് പോയതാ. അപ്പോൾ യജമാനെ സമ്മതമുണ്ടോ ഞങ്ങൾ പോയി കള പറിച്ചു കളയാൻ? അപ്പോൾ യജമാനൻ പറയുന്നു, അല്ലല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരുപക്ഷെ കള പിഴുതെടുക്കുമ്പോൾ നല്ലതും കൂടെ ഇല്ലാതെ പോകും. അതുകൊണ്ട് കൊയ്ത്തോളം നിൽക്കട്ടെ, കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തിൻ്റെ സമയം വരുമ്പോൾ, ലോകാവസാനത്തിൽ കൊയ്ത്തിൻ്റെ സമയം വരുമ്പോൾ നല്ലത് പറിച്ച് ശേഖരിപ്പാൻ, അല്ലെങ്കിൽ ശേഖരണശാലയിൽ വെക്കാൻ, അതുപോലെ പാണ്ഡികശാലയിൽ വെക്കുവാൻ ആകാത്തതിനെ കൂട്ടി തീയിലിട്ട് ചുട്ടുകളയുവാൻ ഞാൻ എൻ്റെ ദാസന്മാരോട് കൽപ്പിക്കും. അപ്പം ദൈവരാജ്യം നമ്മൾ പല കാര്യങ്ങളും കണ്ട് അത്ഭുതപ്പെട്ടും പ്രയാസപ്പെട്ടും വേദനപ്പെട്ടും ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇരിക്കുന്നത്. പലതും കാണും. ഇതെല്ലാം ദൈവരാജ്യമാണോ? ഇതെല്ലാം സഭയാണോ? ഇതെല്ലാം പെന്തക്കോസ്തുകാരാണോ? ഇതെല്ലാം വിശ്വാസികൾ ആണോ എന്നുള്ള ചോദ്യവുമായിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട് അല്ലേ? പലപ്പോഴും നമ്മൾ അങ്ങനെ ആകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത് നമുക്കൊരു കൺസലേഷനാണ്. കർത്താവ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാവിധ മീനും പിടിക്കുന്ന ഒരു വലയോട് സദൃശ്യമാണ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ എല്ലാ വക മീനും ഇതിലെല്ലാം ഉണ്ട് അല്ലേ? ദൈവരാജ്യത്തിലുണ്ട്. സഭ എന്ന് നമ്മൾ പറയുന്നതിലുണ്ട്. വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയുന്നതിൽ എല്ലാ വക മീനും ഉണ്ട്. എന്നാൽ അത് പിഴുതെടുക്കാൻ പറ്റുമോ? മാറ്റിക്കളയാൻ പറ്റുമോ? ഇല്ലില്ല. കർത്താവിൻ്റെ പ്രിൻസിപ്പിളൊന്നും നോക്കിക്കേ ഇല്ല. നിൽക്കട്ടെ, കൊയ്ത്തോളം ഇതെല്ലാം ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തിൻ്റെ സമയം വരുമ്പോൾ ഞാൻ എൻ്റെ ദാസന്മാരോട് കൽപ്പിക്കും. ഒരേ സമയം തന്നെ നമുക്കിത് മനസ്സിലാക്കുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഭീതിയും കൂടെ നമ്മുടെ ഉള്ളിൽ വേണം അല്ലേ?
ഇന്ന് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നല്ലോ, ഇങ്ങനെ അങ്ങ് പൊക്കോളും, ലോകാവസാനത്തെങ്കിലും ഇങ്ങനെ ആയിരിക്കുമെന്ന് പറയുവാൻ നമുക്കിടയാകരുത്, അല്ലേ? നല്ലത് മാത്രമേ ശേഖരിക്കപ്പെടത്തുള്ളൂ, ആകാത്തതെല്ലാം പുറത്ത് കളയും. നമ്മളതിലേക്ക് പിന്നീട് വരാൻ പോവുക. എന്നാൽ സമയക്കുറവുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കും. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇന്നുകൊണ്ട് ഇവിടെ തീരും. അടുത്ത ആഴ്ച നമ്മളിതിൻ്റെ റിയൽ എസൻസിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. സ്തോത്രം. എങ്കിലും ദൈവത്തിൻ്റെ വചനം എപ്പോൾ പഠിച്ചാലും എപ്പോൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചാലും ഒരു ദൈവവചനത്തോടുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏറ്റവും പ്രധാന കാര്യം ദൈവഭയം എന്നുള്ളതാണ്. ദൈവഭയം നഷ്ടപ്പെട്ടപ്പം ദൈവവചനത്തോട് ഉള്ള ഭയവും നമുക്ക് നഷ്ടപ്പെട്ടു, അല്ലേ? നമുക്ക് ഏറ്റവും അധികമായിട്ട് അലസത കാണിക്കാൻ പറ്റുന്നത് ദൈവവചനത്തിങ്കലാണ് പലപ്പോഴും ആളുകൾ, അല്ലേ? ഏറ്റവും നിസ്സാരമായിട്ടെടുക്കുന്നതും ദൈവവചനത്തെയാണ് പലപ്പോഴും. കർത്താവ് പലപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ചിലരെക്കുറിച്ച്, അവൻ എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവൻ, അല്ലേ? ദൈവവചനത്തിങ്കൽ വിറയ്ക്കുക, അതിനെ തിരിച്ചറിയാൻ ഇടയാകുക. അതിൻ്റെ മുമ്പിൽ ഇത് കേട്ട് വെറുതെ വിട്ടുകളയാനല്ല, അതിൻ്റെ മുമ്പിൽ നമ്മളൊരു ഭയത്തോടെ ദൈവസന്നിധി സമർപ്പിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഒരു അവസാന സമയം വരുന്നുണ്ട്. ആ സമയത്ത് ആകാത്തതിനെ എല്ലാം നീക്കിക്കളയും, എറിഞ്ഞു കളയുമെന്ന് ഇവിടെ പറയുന്നു, മറ്റു ഭാഗത്ത് പറയുന്നു അതിനെ തീയിലിട്ട് ചുട്ടുകളയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആരുടെയും അവസാനം അങ്ങനെ ആകരുതേ. നമ്മളെല്ലാവരും ആ നല്ലതിൻ്റെ ആ ഗ്രൂപ്പിൽ ആ ഗണത്തിൽ പെടുന്നവരായി നമുക്ക് തീരുവാനിടയാകണം. യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ച് അവനിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നേരോടെ നമ്മൾ ജീവിക്കുകയും അവനെ അങ്ങനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഈ വചനം പഠിക്കുമ്പോഴെല്ലാം ഞാൻ പിന്നെയും എൻ്റെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ഇടയാകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്തത്, പ്രസാദമില്ലാത്തത് എന്തോ അതിനെ നീക്കിക്കളഞ്ഞ് കർത്താവിനോട് അടുക്കുവാൻ നമുക്കിടയാകണം, എനിക്കിടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ കേട്ട ദൈവവചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം, കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയിട്ട് ക്രിസ്തീയ ജീവിതത്തെ എടുക്കരുത്. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുള്ളത് കൊണ്ട് അത് കർത്താവിനെ പ്രസാദിപ്പിച്ചോളും എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോകരുത്. നമ്മൾ വാസ്തവമായിട്ട് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നു, അവൻ്റെ വചനത്തെ നാം ഭയക്കുന്നു, അവൻ്റെ വചനത്തെ ഗൗരവത്തോടെ നമ്മൾ എടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. നമുക്ക് ഇന്ന് രാവിലെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം.